നാല് മണിയായപ്പോൾ ഞങ്ങളുടെ കൊച്ച് എണീറ്റിരിക്കുന്ന പനിയൊക്കെ ആയിരുന്നു. പനിയൊക്കെ ഇപ്പം കുറവുണ്ട്. 4 മണി തൊട്ട് ഉറക്കം കളിച്ച് യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പ് കൊച്ചിൻ്റെ എൻ്റെ ആയി. കൊച്ചിൻ്റെ അമ്മ തയ്യാറെടുപ്പായി. കൊണ്ടാട്ടി ഒരുങ്ങുന്നതേ ഉള്ളൂ. കണ്ടോ, ഞാനും കൊച്ചുമൊക്കെ ഒരുങ്ങിയെല്ലാം കഴിഞ്ഞിരിക്കുക. അവൾ മണിക്കൂറായി ഒരുങ്ങുന്നില്ല. ഇത്ര 5:45 കണ്ടാണ് ട്രെയിൻ വിടുന്നു. ഇപ്പം സമയം കുറേ ആയി. ഒരുങ്ങി മേക്കപ്പും കൂട്ടിയൊക്കെ ഇട്ട് വരുമ്പോഴത്തേക്കിന് സമയം കുറേ ആയിരിക്കും. എവിടെ പോയി കാണുന്നില്ല. എവിടെ പോയി? അതിന് ട്രെയിനിൽ അതെ ഓടി നടക്കുന്നു. ട്രെയിനിലൊക്കെ കൊച്ചിന്റെ യാത്ര ചെയ്യാൻ വലിയ ഇഷ്ടം അല്ലേ? ഓടാണ്ടി താഴെ കിടക്കുന്നവർ കിടന്ന് ഉറക്കമായിരിക്കും. കണ്ടോ, ഞാൻ വലിയ കാര്യത്തിൽ ആദ്യം പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ? പ്ലാറ്റ്ഫോം നമ്പർ 4 വലിയ പൊങ്കച്ചത്തിൽ പറഞ്ഞിട്ട് വന്നതാ. പക്ഷേ ഒരബദ്ധം പറ്റി. പ്ലാറ്റ്ഫോം നമ്പർ 4 മാത്രമേ അറിയത്തുള്ളൂ. ട്രെയിനിൻ്റെ പേരറിയത്തില്ല, സമയം അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. ലാസ്റ്റ് ഞാൻ വീണ്ടും ഓടിപ്പോയി ട്രെയിനിൻ്റെ പേര് ചോദിക്കാനും ടൈം ചോദിക്കാനും. ഞങ്ങൾ വിചാരിച്ചു ട്രെയിൻ പോയി. ആദ്യം എല്ലാവരും പറയുന്നത് കേട്ടു 6 മണിക്കായിരുന്നു ആ ട്രെയിൻ, അത് പോയിന്ന്. പിന്നെ ഞാൻ തിരിച്ചോടി 6:25 അവിടെ പോയി ചോദിച്ചപ്പോൾ 6:25 പറഞ്ഞു. അയ്യോ, ഈ ട്രെയിനിൽ കയറാൻ അറിയാത്തവരൊക്കെ കയറിയാൽ പെട്ടുപോകും അല്ലേ? പിന്നെ രണ്ടുപേരും ഭയങ്കര ഉറക്കം. കുഞ്ഞായി ഉറങ്ങിപ്പോയി. പനി ആയതുകൊണ്ട് തന്നെ നല്ല ക്ഷീണമുണ്ട്. അവൾ ഉറങ്ങിപ്പോയി. അച്ചായി ഉറങ്ങാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ്. പിന്നെ ഭയങ്കരമായിട്ട് അങ്ങ് ഉറങ്ങി. ഞങ്ങൾ നേരത്തെ പൊക്കോണ്ടിരുന്നത് എന്തുവായിരുന്നു ട്രെയിനിൻ്റെ പേര്? പറഞ്ഞേ. നേരത്തെ പൊക്കോണ്ടിരുന്ന ട്രെയിനിൻ്റെ പേരെന്തായിരുന്നു? വേനാടിനായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പം കുഞ്ഞിതുവരെയും പകലിൽ ട്രെയിനിൽ പോകുന്ന കാഴ്ചകൾ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആ ടൈം മാറ്റി വെച്ചാൽ 6:30 പകലാക്കി. പക്ഷെ പോയത് ഭയങ്കര കഷ്ടപ്പാടായിപ്പോയി. നന്നായിട്ട് കഷ്ടപ്പെട്ടു പോയി ട്രെയിൻ കണ്ടുപിടിക്കാൻ. നമ്മൾ അങ്ങനെ ട്രെയിൻ യാത്രക്കാരല്ലാത്തതുകൊണ്ട്, നമ്മളല്ല ഞാൻ അങ്ങനെ ട്രെയിൻ യാത്രക്കാരി അല്ലാത്തതുകൊണ്ട് എനിക്കിതിനെപ്പറ്റി ആധികാരികമായി അറിയത്തില്ല. ഇത് നിങ്ങളെന്നെ പുച്ഛിക്കുന്നത്, ഈ പുച്ഛടിക്കുന്നത്. നമുക്കപ്പം മണർകാട് പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണാൻ അല്ലേ ചേ? നിങ്ങൾ മണർകാട് പോയിട്ട് ഇന്ന് വരില്ല കേട്ടോ, നാളെ വരത്തുള്ളൂ. ഇന്ന് ഖബർ തുടങ്ങുന്ന ദിവസമാണ്. അതുകൊണ്ട് തന്നെ നല്ല തിരക്കുള്ള ദിവസമാണ്. അതിൻ്റെ കൂടെ നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്കുള്ള ഒരു ദിവസമാണ്. ഇന്നാണ് പാച്ചോറ് കൊടുക്കുന്നത്. അപ്പോൾ പായസം കുടിക്കാം എന്ന് വിചാരിക്കുന്നു. അറിയത്തില്ല എന്തായിരിക്കുമെന്ന്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പോയപ്പോൾ ഞങ്ങൾക്ക് കഞ്ഞി കുടിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ കഞ്ഞി കിട്ടിയില്ല. ഞങ്ങൾ 9-ാം തീയതി പോയത് കൊണ്ട് തന്നെ കഞ്ഞി കിട്ടിയില്ല. ഇപ്രാവശ്യം കഞ്ഞി കുടിക്കാം, പാച്ചോറ് കഴിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത്. പക്ഷെ കഴിക്കാൻ പറ്റുമോ എന്താണെന്ന് അറിയത്തില്ല. മാതാവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. കുറേയധികം കാര്യങ്ങളുണ്ട് പ്രാർത്ഥനയിൽ. എല്ലാം നിങ്ങളെല്ലാം ഞങ്ങൾ തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഓർക്കുന്നതായിരിക്കും. നമ്മുടെ 38,000 കുടുംബത്തെയും നമ്മൾ ഓർക്കുന്നതായിരിക്കും പ്രാർത്ഥനയിൽ. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒക്കെ മറക്കരുത് അല്ലേ ചേ? ഇപ്പം എനിക്ക് പേടി തോന്നുന്നില്ല കേട്ടോ. ഏതാണ്ട് ഒരു 9:30 ആയപ്പോഴത്തേക്കിനും ഞങ്ങൾ കോട്ടയം ചെന്നിറങ്ങി. ട്രെയിൻ നിർത്തിയത് പ്ലാറ്റ്ഫോം നമ്പർ 3.
പക്ഷേ അത് ഒരു വല്ലാത്ത സ്ഥലം. നമുക്ക് നല്ല വെയിലും നല്ല ദൂരവും ഉണ്ടായിരുന്നു നടന്ന് ബസ് സ്റ്റാൻഡിലോട്ട് എത്താൻ. ഞങ്ങൾ ആദ്യം ഷോർട്ട് കട്ടൊക്കെ നോക്കിപ്പോയി, പക്ഷേ നടന്നില്ല. പിന്നെ ഞങ്ങൾ പോയി ഫുഡൊക്കെ കഴിച്ച് കോട്ടയത്തു നിന്ന് മണർകാടോട്ടുള്ള ബസ് കയറി. അവൾ ബാക്ക് സീറ്റിലിരിക്കണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നു. ഞങ്ങൾ നടുക്ക് സീറ്റ് പറഞ്ഞ് ഇരുന്നു. സത്യം പറയാമല്ലോ, ദേവാലയത്തിൽ യേശുവിനെ കാണാതെ പോയതുപോലെയാണെന്നാണ് ഞാൻ കരുതിയത്. അപ്പനെയും മോളെയും കാണാതെ പോയി. ഞാൻ വിചാരിച്ചു ഇവരെ എനിക്ക് കാണാതെ പോയതാണ്, പക്ഷെ അവർ മനഃപൂർവ്വം മുന്നോട്ട് പോയതാണ്. കാരണം എൻ്റെ കയ്യിൽ ഫോണുണ്ടല്ലോ, വിളിക്കാമല്ലോ എന്ന് വിചാരിച്ച് മനഃപൂർവ്വം. ഞാൻ ഇത്തിരി പേടിച്ചു. അപ്പോഴാണ് ഞാൻ പിന്നെ എൻക്വയറിയിൽ പറഞ്ഞിട്ട് തിരുവനന്തപുരത്തു നിന്ന് വന്ന ഇവായെയും ജോമോനെ അന്വേഷിച്ച് ലിസ പള്ളിയുടെ വാതിൽക്കൽ നിൽക്കുന്നു എന്ന് പറയിപ്പിച്ചത്. ഇതുപോലെ എന്തെങ്കിലും അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? എവിടെയെങ്കിലും പോയിട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. ഞാൻ എന്തായാലും ഒരു ഇച്ചിരി നേരം പേടിച്ചു കേട്ടോ. അമ്മ തൻ്റെ മക്കളെ ഒരിക്കലും കൈവിടുകയില്ല. എപ്പോഴും അമ്മ മക്കളെ സ്നേഹിച്ചുകൊണ്ടിരിക്കും. ആ ഒരു സ്നേഹം ഞങ്ങളിൽ എപ്പോഴും കിട്ടാറുണ്ട്. 8 ദിവസവും ഞങ്ങൾ മുടങ്ങാതെ ഞങ്ങൾക്ക് നൊയമ്പ് നോക്കാൻ പറ്റാറുണ്ട്. ഈ വർഷവും ഞങ്ങൾ നൊയമ്പ് നോക്കി മണർകാട് പള്ളിയിൽ മാതാവിൻ്റെ നാമത്തിൽ ഞങ്ങൾ എത്തിയിരിക്കുക. ഈ വർഷം 8 ദിവസവും നൊയമ്പ് നോക്കി ആരോഗ്യം തിരിച്ചു കിട്ടാൻ, ഞങ്ങളുടെ ചില ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടാൻ, പിന്നെ മാതാവിനെ കാണാനുള്ള വളരെ ആഗ്രഹം. ഇവിടെ എല്ലാ വർഷവും വരുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു ശാന്തിയാട്ടോ. ഞങ്ങൾ അവിടെ എത്തിയതൊരു 11:30-ഓടെയാണ്. മോള് നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ട്. ബസ്സിലായിരുന്നു, അവൾ ഉറക്കമായിരുന്നു. ഞങ്ങൾ എത്തിയത് 7-ാം ദിവസമാണ്. അതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ്. ഖബർ തുറക്കുന്ന ദിവസമാണ്. അമ്മയെ കാണാൻ തൻ്റെ മക്കൾ വരുമ്പോൾ അമ്മ ഒരിക്കലും മുഖം തിരിക്കില്ല. ഈ ജനത്തിരക്ക് കണ്ടിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് കേട്ടോ. എന്തുമാത്രം ആളുകളാണ്. എത്ര ദൂരെ നിന്നായാലും കഷ്ടപ്പെട്ടായാലും അവിടെ എത്തും എന്നുള്ളതാണ് സത്യം. ഈ ദേവാലയത്തിൽ 2 കുളങ്ങളാണുള്ളത്. ഒന്ന് പുരുഷന്മാർക്കും ഒന്ന് സ്ത്രീകൾക്കുമായിട്ട്. തെക്കും പടിഞ്ഞാറും വശങ്ങളിലായിട്ടാണ് ഈ 2 കുളങ്ങളും സ്ഥിതി ചെയ്യുന്നത്. ഈ കുളത്തിൽ കുളിച്ച് ആ ഈറനോടുകൂടി പോയി കുരിശടിയിൽ, മാതാവിൻ്റെ മുമ്പിൽ, പള്ളിയുടെ മുമ്പിലെ കുരിശടിയിൽ പോയി പ്രാർത്ഥിച്ചാൽ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടുമെന്ന് ഒരു വിശ്വാസമുണ്ട്. നോമ്പുകാലത്ത് ഇവിടെ വരുന്ന ഏറെ പേരും അങ്ങനെ ചെയ്യാറുമുണ്ട്. ഞങ്ങളും പോയി കുഞ്ഞിനെ കുളിപ്പിച്ചു. ഞങ്ങൾ കൈയും മുഖമൊക്കെ കഴുകി എന്നിട്ട് തിരിച്ച് പള്ളിയുടെ മുന്നിൽ പോയി മുത്തുക്കുട എടുത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി. ഞങ്ങൾ എല്ലാ വർഷവും ഇവിടെ മുത്തുക്കുട എടുത്ത് മുത്തുക്കുട എടുക്കാറുണ്ട്. ഈ വർഷവും ഞങ്ങൾ അതേപോലെ തന്നെ മുത്തുക്കുട എടുത്തു. 2 കുടയ്ക്ക് 100 രൂപ അങ്ങനെയായിരുന്നു റേറ്റ്. ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യത്തിൻ്റെ വ്യത്യസ്തമായി തോന്നിയത് ഗൂഗിൾ പേ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ക്യാഷ് പേ ചെയ്യാൻ എളുപ്പമാണ്. അങ്ങനെ ഞങ്ങൾ പള്ളിക്ക് മുൻവശം കൽക്കുരിശിൻ്റെ ഫ്രണ്ടിൽ പോയി പ്രാർത്ഥിച്ച് അവിടുന്ന് പള്ളിക്ക് 3 പ്രദക്ഷിണം വയ്ക്കുക. അങ്ങനെ തന്നെയാണ് ആചാരം. അങ്ങനെയാണ് നമ്മൾ ഈ വർഷവും ചെയ്തത്. മലങ്കര സഭയിൽ 8 നോമ്പാചരണം തുടങ്ങി വെച്ചത് മണർകാട് പള്ളിയിലാണ് 1836-ാം ആണ്ടിൽ. ഒരു ഫാദർ ജോസഫ് പീറ്റർ. ആ സമയം മുതൽ തന്നെ ഇവിടെ വിശ്വാസികൾ താമസിച്ച് 8 ദിവസവും താമസിച്ച് നോമ്പ് ആചരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. നഷ്ടപ്പെട്ടുപോയ അവകാശത്തിലേക്ക് മനുഷ്യവർഗത്തെ തിരികെ കരയറ്റുവാൻ വേണ്ടി അത്യുന്നതങ്ങളിലെയും മഹിമാസനങ്ങളിലെയും വിശുദ്ധമാലാകന്മാരാൽ പരിസരീതനായിരിക്കെ പിതാവിന്റെ നിയോഗം അനുസരിച്ച്